നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ വളരെ വേഗം തന്നെ അടൂരിൽ LDF CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊല്ലത്തു നിന്നുള്ള പ്രിജി കണ്ണനാണ്, ഒരു യുവ നേതാവാണ് അടൂരിൽ നിന്ന് ജനവിധി തേടുക. ഈ ടേം വ്യവസ്ഥയിൽ ചിറ്റയം ഗോപകുമാർ ഇപ്പോൾ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവില്ല. ചിറ്റയം ഗോപകുമാർ 24-നൊപ്പം ചേരുകയാണ്. ഒരു 3 ടൈം വ്യവസ്ഥയിൽ നിന്ന് ഇത്തവണ മാറി നിൽക്കുകയാണ്. എന്താണ് ഈ ഒരു സമയത്തുള്ളൊരു പ്രതികരണം? തീർച്ചയായും പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരണം. കാര്യം സ്ഥിരമായിട്ട് ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് എടുത്തത്. 2 ടൈമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് പേർക്ക് 2 ടൈം കഴിഞ്ഞവർക്ക് ഇളവ് കൊടുത്തു. എന്നാൽ 3 ടൈം കഴിഞ്ഞവരും പൂർണ്ണമായും മാറി നിൽക്കണമെന്ന പാർട്ടി തീരുമാനം എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിറ്റയം ഗോപകുമാർ തന്നെ അടൂരിൽ നിന്ന് ജനവിധി തേടണം എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അണികൾക്കിടയിലുണ്ട്. അപ്പോൾ അവർ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കത്തുകളൊക്കെ നേതൃത്വത്തിന് കൊടുത്തിരുന്നു. അപ്പോൾ അവരോടുള്ള ഒരു പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും അവർ അടൂർ മണ്ഡലത്തിലെ 2 പാർട്ടി മണ്ഡലം കമ്മിറ്റികളും അതുപോലെ പാർട്ടി പത്തനംതിട്ട DC എക്സിക്യൂട്ടീവ് കൗൺസിലും യുനാനിമസായി തീരുമാനിച്ചത് ഞാൻ തന്നെ മത്സരിക്കണമെന്നുള്ള നിലയിലാണ്. തീർച്ചയായിട്ടും അവരോടെല്ലാം വളരെയേറെ നന്ദിയും കടപ്പാടുമുണ്ട്. കാരണം അത്രയേറെ സ്നേഹിക്കുന്നവരാണ് അടൂരെ മുഴുവൻ പാർട്ടിക്കാരും മുഴുവൻ ജനങ്ങളും തന്നെ. ഒരുപാട് ജനങ്ങൾ ഞാൻ തന്നെ മത്സരിക്കണമെന്ന് പ്രകടിപ്പിച്ചിട്ട് ഇന്നും ഇന്നലെയൊക്കെ തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം നന്ദിയും കടപ്പാടുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ പുതിയ ആളുകൾ കൂടി കടന്നു വന്ന് പാർലമെൻ്ററി രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവഴി ഒരുക്കുന്നത്. വ്യക്തിപരമായിട്ട് മാറി നിൽക്കുന്നതിൽ വിഷമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു 40-45 വർഷക്കാലമായി പൊതുരംഗത്തേക്ക് നിൽക്കുന്നയാളാണ്. ബാലവേദിയിലൂടെ AISF-ലൂടെ AIWF-ലൂടെയും പാർട്ടിയിലേക്ക് വന്ന് ഇപ്പോൾ നിലവിൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ BKM-യുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും നാഷണൽ കൗൺസിൽ അംഗവുമാണ്. ആ നിലയ്ക്ക് പൊതുപ്രവർത്തനത്തിൽ സജീവമായി ഇനിയും ഉണ്ടാവും. ഒരു യുവ നേതാവിനാണ് ചിറ്റയം ഗോപകുമാർ പോലെ ഒരു പരിചയസമ്പന്നനായിട്ടുള്ള മുതിർന്ന നേതാവ് ഈ ജില്ലയിലുടനീളം അല്ലെങ്കിൽ ഈ നിയോജകമണ്ഡലത്തിലുടനീളം സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിനപ്പുറത്തേക്ക് ഒരു യുവ നേതാവാണ് പ്രിജി കണ്ണനാണ് വരുന്നത്. ആ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രിജി ഏറ്റവും നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. AISF-ലൂടെ വളർന്നു വന്ന് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിരുന്നു. AISF-ൻ്റെ സംസ്ഥാന നേതാവാണ്. കഴിഞ്ഞ ടൈം കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. മികച്ച ഒരു നല്ല സാമൂഹിക പ്രവർത്തകയും രാഷ്ട്രീയ പ്രവർത്തകയുമായി സമൂഹത്തെ സേവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ജനപ്രതിനിധിയായി പ്രിജി കണ്ണൻ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പ്രിജി മറ്റൊരു ജില്ലയിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജില്ലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മറികടക്കാനാണ് ആലോചിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. കാര്യം പ്രിജി കണ്ണൻ്റെ പേര് ഞങ്ങളുടെ ജില്ലയിൽ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന പേരാണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ ഒരു പുറത്തുനിന്നുള്ള ആൾ അല്ലെങ്കിൽ അകത്തുനിന്നുള്ള ആൾ എന്നൊരു അഭിപ്രായം ഇവിടെ ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകത്തുമില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ പുറത്തുനിന്നല്ലേ ഇവിടെ വന്ന് മത്സരിച്ച്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അസ്വാരസ്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അതെ, അങ്ങനെ ചുവരെടുത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ഒരു തീരുമാനമായിട്ടില്ല. ഒരു 3ാം തുടർഭരണത്തിലേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു സമയത്ത് അടൂര് നിലനിർത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും വലിയ വികസനമാണ് കഴിഞ്ഞ 3 ടൈം, അതായത് 15 വർഷക്കാലം അടൂരിലെ MLA എന്നുള്ള നിലയിൽ വലിയ വികസനം കൊണ്ടുവന്നു. കഴിഞ്ഞ 10 വർഷക്കാലമാണ് അതിൽ ഏറ്റവും കൂടുതൽ വികസനം ഇവിടെ കൊണ്ടുവരുന്നത്. റോഡ്, പാലം, സ്കൂള്, ഹോസ്പിറ്റൽ, സർക്കാർ ഓഫീസുകൾ എന്ന് വേണ്ട എല്ലാ മേഖലയിലും വലിയ വികസനം കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തന്നെ വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും തവണ. അവസാനം ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ ടേം വ്യവസ്ഥയിൽ അങ്ങ് പൂർണ്ണമായിട്ട് അതിനോട് അംഗീകരിച്ചുകൊണ്ട് അതിന് മാറി നിൽക്കുകയാണ്. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും ഈ ടേം വ്യവസ്ഥ ശരിയല്ല, ഞങ്ങൾക്ക് വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കണമെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളും ഉണ്ട് നേതൃനിരയിൽ. അവരോടുള്ളൊരു അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. കാര്യം 2 ടൈം പാർട്ടി നിശ്ചയിക്കുമ്പോൾ ആ 2 ടൈം നിശ്ചയിച്ചുകൊണ്ടാണ് പുതിയ ആളുകൾ കഴിഞ്ഞ ടൈമിൽ വന്നത്. കാര്യം നമുക്കറിയാം 140 അസംബ്ലി മണ്ഡലമാണ്. 140 അസംബ്ലി മണ്ഡലം 140 പേർക്ക് MLA ആകാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ തന്നെ സ്ഥിരമായിട്ട് നിയമസഭാ അംഗമായി ഇരിക്കുക എന്നുള്ളത് ശരിയായ നിലപാടില്ല. അതുകൊണ്ട് 2 ടൈം എന്നുള്ളത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. അതുകൊണ്ട് വീണ്ടും മത്സരിക്കണം, ഞാൻ തന്നെ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചുള്ളത് നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ CPIക്ക് അപ്പുറത്തേക്ക് CPM-ലും അത്തരം കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള കാര്യങ്ങളിനകത്ത് ആ ഇളവ് വരുന്നുണ്ട്. അതുകൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, അത് ഓരോ പാർട്ടിയുടെ നിലപാടാണല്ലോ. ഓരോ പാർട്ടിക്കും ഓരോ നിലപാടെടുക്കാൻ കഴിയും. ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതാണ്. അപ്പോൾ എന്തായാലും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതിൽ യാതൊരു വിഷമവുമില്ല. പൊതുരംഗത്ത് സജീവമായിട്ടുണ്ടാവും. പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ചിറ്റയം ഗോപകുമാർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.